ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെയാണ് അനൗൺസ് ചെയ്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. പക്ഷേ ഇറാനുമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്കറിയാം. അമേരിക്ക, ഇസ്രായേൽ, അതേപോലെ തന്നെ മറ്റുള്ള ഇഷ്യൂസ്, അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഇഷ്യൂസ്, അത് വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിൽ ഈ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കും. ഏകദേശം 3 ദിവസത്തെ സന്ദർശനമാണ് പറയുന്നത്. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു ഷോപ്പിംഗ് നടത്താൻ പോവുകയാണ്, മറ്റുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പം ഞാനൊരു ഇസ്രായേലി ജേർണലിസ്റ്റുമായിട്ടും അവിടുത്തെ ഒരു സീനിയർ റിട്ടയർ ചെയ്തൊരു പട്ടാള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, ഇന്ത്യയുടെ സെക്യൂരിറ്റി ഇഷ്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ്, ഇന്ത്യയുടെ ബൈലാട്രിയൽ, അതായത് ഇസ്രായേൽ ഇന്ത്യ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, റിട്ടയർഡായി. അദ്ദേഹമായിട്ട് ചോദിച്ചു എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ വിസിറ്റിന്റെ ഉദ്ദേശ ലക്ഷ്യം. അദ്ദേഹം പറയുന്നത്, ഇപ്പം നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരാനിരുന്നതാണ്, ഡേറ്റ് വരെ പറഞ്ഞിരുന്നു. ഇന്ത്യ അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി കഴിഞ്ഞ 2021 വരും. പക്ഷേ സെക്യൂരിറ്റി റീസൺസ് ഇന്ത്യയിൽ, അത് ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, റെഡ് ഫോർട്ടിൽ, അതായത് ഡൽഹിയിലുണ്ടായ ബോംബ് സ്ഫോടനം, അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അവർ പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരുന്നു. പിന്നീട് അത് റെക്ടിഫൈ ചെയ്തു, സംഭാഷണങ്ങൾ നടത്തി, ഇന്ത്യ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് വൺ സൈഡ് ട്രേഡ് ഡീൽ നടത്തി. ആ വാക്ക് തന്നെയാണ് അയാൾ ഉപയോഗിച്ചേക്കുന്നത്, അല്ലാതെ വേറെ ഇന്ത്യക്ക് ഓപ്ഷനൊന്നുമില്ല. കാരണം രണ്ടുപേര് 2 ദിശയിലോട്ട് പോകുന്ന രീതിയിലായി. ഇന്ത്യക്ക് ഈ ഒരു ക്രിട്ടിക്കൽ ജങ്ചറിൽ അമേരിക്കയുടെ സഹായം ഉണ്ടായേ മതിയാവത്തുള്ളൂ. അത് ട്രേഡിൽ മാത്രമല്ല, സെക്യൂരിറ്റി ഇഷ്യൂസിലുണ്ട്, മറ്റു പല ഇഷ്യൂസിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറി. അതിനുശേഷം ഇന്ത്യ ഇസ്രായേലിൽ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു വലിയ ഷിഫ്റ്റാണ്. അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷിഫ്റ്റിലേക്ക് പോവുകയാണ്. അതായത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററി ഹാർഡ്വെയർ ഏകദേശം 64% റഷ്യൻ എക്യുപ്മെന്റ്സ് ആണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് 64 അല്ലെങ്കിൽ 67% എന്ന് പറയാം. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2025 ഒക്ടോബറിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും മലേഷ്യയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അന്ന് ഇവർ തമ്മിൽ എഗ്രിമെന്റ് 10 വർഷത്തേക്ക് ഇന്ത്യ അമേരിക്ക പാർട്ട്ണർഷിപ്പ്, അതായത് ഡിഫൻസ് അലയൻസ് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു 10 വർഷത്തേക്ക്. അതിൽ അമേരിക്ക കൊടുത്തൊരു ക്ലോസ് ഉണ്ട്. അത് ആ ക്ലോസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇനി റഷ്യൻ സാധനങ്ങൾ, ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങാം, പക്ഷെ ഇനി ഒരു കാരണവശാലും റഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇന്ത്യ വാങ്ങാൻ പാടില്ല. അതിൻ്റെ റഷ്യൻ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിൻ്റെ സർവീസും പരിപാടികളൊക്കെ ഇന്ത്യക്ക് ചെയ്യാം, പക്ഷെ റഷ്യയോട് കംപ്ലീറ്റ് ആയിട്ട് ഗുഡ് ബൈ പറയണം. അപ്പം ഇതിൻ്റെ പേരിലാണ് ഇത് താമസിച്ചു. ഇതിൻ്റെ പേരിലാണ് ഫൈനലി ഇന്ത്യ ഇത് അംഗീകരിക്കുകയും ഈ സൈൻ ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വരുന്നു. അതായത് ഡിഫൻസുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പേരിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹം SU-57 എന്ന് പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാം, അത് അദ്ദേഹം താല്പര്യം കാണിച്ചു. അതേപോലെ S-400 എന്ന് പറയുക, S-500 ഇന്ത്യയും റഷ്യയുമായിട്ട് ജോയിൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അമേരിക്കയുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് ഇന്ത്യ ഫർദർ, അതായത് ഈ ടെക്നോളജി എൻഡിലാണെങ്കിൽ ഹൈ എൻഡ് ടെക്നോളജി, റഷ്യൻ സാധനങ്ങൾ ഒരു പുല്ലിനും കൊള്ളത്തില്ല. അതതിൻ്റെ കാര്യം. അത് കേരളത്തിലെ യൂട്യൂബേഴ്സ് വലിയ സംഭവമായിട്ട് പറയുമ്പോഴും റഷ്യ ഉക്രൈൻ വാർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. കാരണം ഒരു വാറിലെ എക്യുപ്മെൻസും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇപ്പം ഇന്ത്യ അത് പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തു. അതായത് റഷ്യൻ സാധനങ്ങൾ ഇന്ത്യ വാങ്ങില്ല. ഫർദർ ഇന്ത്യ അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സ്, അതായത് ഇസ്രായേൽ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും
ഇവരുമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മാസ് ഇന്ത്യയിലോട്ട് വരുന്നു. അന്തർവാഹിനിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, സബ്മറൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സൈൻ ചെയ്യുന്നു. വ്ളാദിമിർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം റഫേലും അതേപോലെ തന്നെ ഹെലികോപ്റ്ററും ആ കച്ചവടവുമായിട്ട് അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ആ സംഭവങ്ങളും പലതും സൈൻ ഡീൽ ചെയ്യുന്നു. പിന്നെ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്താണ് ഒന്ന് മനസ്സിലാക്കേണ്ട, രണ്ട് രാജ്യങ്ങൾ ഇന്ത്യ ഇസ്രായേലും ഒരു ഇസ്രായേൽ ഏകദേശം 11 ദിവസത്തെ വാറും പിന്നെ 2 വർഷം നീണ്ടു നിന്ന ഗാസ യുദ്ധം മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള വാറെല്ലാം കഴിഞ്ഞിട്ട് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയം. സൈലൻ്റ് ആണെങ്കിൽ ഒരു ഭാഗം അവർ പ്രിപ്പയർഡ് ആണ് ഈ സമയത്ത് ഇറാനുമായിട്ട് വാർ ചെയ്യാൻ. ഇന്ത്യയാണെങ്കിലും ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പാളിച്ച എന്തൊക്കെയാണ് അത് ഇതെല്ലാം ഓഡിറ്റ് ചെയ്യും. അതായത് പുറത്ത് പറയത്തില്ലെങ്കിലും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും. കാരണം ചൈനയുടെ പ്രോക്സി ആയിട്ടാണ് പാകിസ്ഥാൻ വർക്ക് ചെയ്തത്. അതായത് നമ്മളിപ്പോൾ കൗണ്ടർ ചെയ്യാൻ പോകുന്ന ചൈനയെ തന്നെയാണ്. അപ്പം എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്, എക്യുപ്മെൻസിൻ്റെ അകത്ത് എന്തൊക്കെ മാറ്റം ഉണ്ടാകണം. അതേപോലെ തന്നെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ഇസ്രായേലി ക്യാബിനറ്റ് അംഗീകരിച്ചൊരു സംഭവമുണ്ട്. അതായത് ഗാസ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായ സമയത്ത് അവിടെ ഈ പറയുന്ന മനുഷ്യത്വപരമായിട്ട് കുട്ടികളെ കൊല്ലുന്നു എന്നതിൻ്റെ പേരിൽ അമേരിക്ക ഇസ്രായേലിന് പല എക്യുപ്മെൻസും ബോംബും ഈ സംഭവങ്ങൾ സപ്ലൈ ചെയ്തില്ല. അവരത് പോസ് ചെയ്തു. അതിൻ്റെ പേരിൽ തന്നെ ഇസ്രായേലിൻ്റെ ഏകദേശം ആ എക്യുപ്മെൻസ് ഇല്ലാത്തതിൻ്റെ പേരിലും ബോംബ് ഇല്ലാത്തതിൻ്റെ പേരിലും അവരുടെ പല സൈനികരും കൊല്ലപ്പെടാൻ ഇടവന്നു എന്ന് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വാറിന് ശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഉണ്ടായൊരു ധാരണ എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളും ഒരുമിച്ച് പോവുക. അതായത് മനസ്സിലാക്കുക, ഇത് അമേരിക്കൻ ലൈസൻസോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇസ്രായേലിന് വേണ്ടിയുള്ള സാധനങ്ങളും ടെക്നോളജിയും സംഭവം ഇന്ത്യ അമേരിക്കയും ജോയിൻ്റ് ആയിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക. ഇതാണ് കരാറിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസ് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ചില AI എക്യുപ്മെൻസ് ഉണ്ട്. ഇപ്പോൾ ഗോസ്പെൽ എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അത് അവർ ഇറാനിലും ഉപയോഗിച്ചിട്ടുണ്ട്, ഗാസയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അത് AI ബേസ്ഡ് ആണ്. അതിൻ്റെ പേര് ഗോസ്പെൽ എന്നാണ് ഡിഫൻസ് മാഗസിനിലൊക്കെ പറയുന്നത്. അതേപോലെ ഇസ്രായേൽ ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ആക്കിയൊരു സാധനമുണ്ട്, അവരുടെ ലേസർ, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല എക്യുപ്മെൻസ് ഉണ്ട്. ഇസ്രായേലിന് ആവശ്യമുള്ള ബോംബുകളും മറ്റുള്ള, കാരണം അതെല്ലാം ഇന്ത്യയിലാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ജോയിൻ്റ് ആയിട്ട് ഇന്ത്യ ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഉപയോഗിക്കുന്ന റഷ്യൻ ഫൈറ്റേഴ്സ് അത് ഏജ്ഡായി, അത് ഇസ്രായേലിൻ്റെ ജോയിൻറ്റ് ടെക്നോളജിയുമായിട്ട് ചേർന്നിട്ട് ഇസ്രായേലി എയറോസ്പേസ് അവരുമായിട്ട് ചേർന്നിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ എന്താണ് പരിപാടി. കാരണം ഇസ്രായേലി ടെക്നോളജി ഈ റഷ്യൻ സാധനങ്ങൾക്ക് നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റവും മറ്റും ഈ റഷ്യയിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന പല എയർക്രാഫ്റ്റും ഫൈറ്റർ എയർക്രാഫ്റ്റിനും ഈ പറയുന്ന AI യാതൊരു ബന്ധവുമില്ല. അതായത് ലേറ്റസ്റ്റ് ഹൈ എൻഡ് ടെക്നോളജി ഒന്നുമില്ല. അത് ഇസ്രായേലി സഹകരണത്തിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട്, കാരണം ഇസ്രായേലി ഏവിയേഷൻ കമ്പനിക്കാണ് അതിൻ്റെയൊക്കെ കോൺട്രാക്റ്റ് ഏതാണ്ട് ഏകദേശം ഫുള്ളി ധാരണയായെന്നാണ് പറയുന്നത്. അതായത് ഒബ്സലീറ്റായി മാറിയ ടെക്നോളജി ഉണ്ട്. അത് നമ്മൾ പക്ഷേ ഇപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ MiG-29, അതേപോലെ തന്നെ സുക്കോയ് 30 MK റഷ്യൻ ഒറിജിനാണ് ഈ ഫൈറ്റർ. ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ രീതിയിൽ 4.5 5th ജനറേഷനിൽ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനകത്ത് ഇസ്രായേലി എയറോസ്പേസും അവരെല്ലാം സഹകരിച്ച് ജോയിൻ്റ് ആയിട്ട് അത് ഇന്ത്യയിൽ അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റമൊക്കെ മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല എക്യുപ്മെൻസും പല റഷ്യൻ ഒറിജിനാണ്. ഇപ്പോൾ ടാങ്കാണ്, ഇതിൻ്റെയൊക്കെ നാവിഗേഷൻ, ഈ ടാങ്ക് പാറ്റൻ ടാങ്കിൻ്റെയൊക്കെ നാവിഗേഷൻ സിസ്റ്റം ഇപ്പോഴും ഇസ്രായേലി സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യണം. മറ്റുള്ള സംഭവങ്ങൾ എക്യുപ്മെൻസ് ഉണ്ട്, അതായത് ആംഡ് വെഹിക്കിൾസ് ഉണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. അതായത് പുതിയ ടെക്നോളജി വാർഫെയറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈനികർക്കുള്ള ട്രെയിനിങ്. ഇപ്പോൾ ഇസ്രായേലിൽ ഫർദറായിട്ട് അവർ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അവരുടെ ടെക്നോളജിയും ഇന്ത്യക്കാരുമായിട്ട് ജോയിൻ്റ് ആയിട്ടാണ്. ഇന്ത്യയിലായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷനും പരിപാടി. ആ സമയത്തല്ല ഇന്ത്യ അത് ഇസ്രായേലിന് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതായത് ജോയിൻ്റ് ആണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേൽ പല ആവർത്തി ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്ത സംഭവമുണ്ട്.
ഇസ്രായേലും ഇന്ത്യയും ജോയിൻ്റ് ആയിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുക 5th ജനറേഷൻ. നിങ്ങൾക്കറിയാം തേജസ് 1 ആണെങ്കിൽ ഇത് വലിയ ഫെയിലിയർ ആയിപ്പോയി. അത് ഫെയിലിയർ ആയതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഇന്ത്യ റഫേൽ 114 വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പം ജോയിൻ്റ് ആയിട്ട് ഇന്ത്യ ഇസ്രായേൽ 5th ജനറേഷൻ എയർക്രാഫ്റ്റിലോട്ട് പോകുന്ന പരിപാടിയും ഇവരുടെ വലിയൊരു അജണ്ടയിലുണ്ട്. അതായത് ജോയിൻ്റ് ആയിട്ട് രണ്ട് രാജ്യങ്ങളും അത് നിർമ്മിക്കുന്നു. അത് എന്നിട്ട് അത് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. അതായത് ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു മാറ്റം, അതേപോലെ ഇസ്രായേലിൻ്റെ ചരിത്രപരമായ ഒരു മാറ്റമായിരിക്കും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് മാറുന്നു. അത് ഇസ്രായേലും ഇന്ത്യയുമായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇന്ത്യയിൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സും ഏവിയേഷൻ എയർഫോഴ്സിൻ്റെ മറ്റുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലി ടെക്നോളജി ഇന്ത്യൻ പട്ടാളക്കാരെ, അതേപോലെ ഇന്ത്യൻ സൈനിക എക്യുപ്മെൻറ്റ്സിനെയും പ്രാപ്തരാക്കും. ഇതൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതാണ് പ്രധാനമായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും മിലിറ്ററി സ്ട്രാറ്റജിക്കലാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ ഇസ്രായേൽ വലിയ ട്രേഡും കാര്യമായിട്ട് ട്രേഡൊന്നുമില്ല. പിന്നെ പല ഇന്ത്യക്കാർക്ക് ഒരു ഇസ്രായേലിൻ്റെ ഇപ്പം അവിടെ ലേബറിൻ്റെ ജോലി ആ സംഭവത്തെ പെട്ടെന്ന് വീണ്ടും സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പല ഇന്ത്യക്കാർക്ക് ലേബറായിട്ട് അവിടെ പോകാനുള്ള ഒരു വലിയ ജോയിൻറ്റ് പാക്ട് ഇത്ര വർഷത്തേക്ക്. അപ്പം അതും അതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷനിലുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ ഇസ്രായേലി ഡിഫൻസ് സെക്ടറും ജോയിൻ്റ് ആയിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ഇപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി കിട്ടും. അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള രാജ്യങ്ങൾക്ക്, അതായത് അമേരിക്കൻ ലൈസൻസോടുകൂടി ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യുക. ഇതെല്ലാം അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി നടക്കുന്ന സംഭവമാണ്. ഇതിനകത്തൊന്നും ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തെ കയറാൻ സമ്മതിക്കത്തില്ല. കൃത്യമായിട്ട് പറയാം, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് ഫ്രാൻസുമായിട്ടും അതേപോലെ ഇസ്രായേലിന് ഫ്രാൻസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമൊന്നുമില്ല. അതിന് പ്രത്യേക പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ത്യ ജോയിൻ്റ് ആയിട്ട് അമേരിക്കയുമായിട്ട് സൈൻ ചെയ്യുക മലേഷ്യയിൽ വെച്ച്. അതിൻ്റെ ഭാഗമായിട്ട് മോദിയും ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏകദേശം പറഞ്ഞു തീരുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫർദർ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഇഷ്യൂസും ഇസ്രായേലിന് ഇത് പ്രൊഡക്ഷനും വേണം. ഇതാണ് പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ക്രൂഷ്യൽ വിസിറ്റാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഫ്രഞ്ച് പ്രസിഡന്റ് വിൽക്കാൻ വേണ്ടി അയാൾ ഇന്ത്യയിൽ വന്ന് വിൽക്കും. ഒരു സംഭവം ആലോചിച്ചോണം. അതേപോലെ ജർമ്മൻകാർ അവരുടെ സബ്മറൈൻസ് വിൽക്കാൻ വേണ്ടി അവർ ഇന്ത്യയിൽ വരും, അത് വിൽക്കും. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലോട്ട് പോകുന്നത് ഈ സാധനങ്ങൾ വാങ്ങുക, ഇന്ത്യയിൽ ജോയിൻറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, രണ്ടുപേർക്കും മ്യൂച്വൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് ഇന്ത്യയുടെ സൈനിക തലത്തിലും സ്ട്രാറ്റജിക്കായും സെക്യൂരിറ്റിയിലും വലിയ മാറ്റങ്ങൾ, ചൈനയെ കൗണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ. അതിന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഈ ക്രിട്ടിക്കൽ ടെക്നോളജി, ഈ പറയുന്ന സാധനങ്ങളൊന്നുമില്ല. അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ ടെക്നോളജിയും അഡ്വാൻസ് ടെക്നോളജി, ഹൈ എൻഡ് ടെക്നോളജി ഉപയോഗിച്ച് സാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുക, അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ നാളത്തെ ഡിസ്കഷന് ശേഷം ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നത്.